പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ ദിവസം കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാനും സത്യത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാനും സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു സുവിശേഷ യാത്ര സംഘടിപ്പിച്ചു. എന്നാൽ അവർ തങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം മറക്കരുതെന്ന ഉദ്ദേശത്തോടെ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി വാഹനത്തിൽ ഒരു വലിയ കുരിശും സംഘടിപ്പിച്ചു. ആ കുരിശ് കാണുമ്പോഴൊക്കെയും അവർക്ക് തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വലിയ ആത്മഭാരം ഉണ്ടാകുമായിരുന്നു. യാത്ര വളരെ വിജയകരമായി നയിച്ച വ്യക്തി 2 ആണികൾ അവർക്ക് നൽകി. ഒരു ആണി ആ ക്രൂശ് തറയ്ക്കാൻ ആവശ്യപ്പെട്ടു. 2ാമത്തെ ആണി അവരുടെ കൈകളിൽ സൂക്ഷിപ്പാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ആ ആണി അവരുടെ സമർപ്പണത്തെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അത് അവർക്ക് ജീവിതാന്ത്യം വരെ പ്രയോജനം ചെയ്തു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ഗലാത്യർ 2:20. അനുഗ്രഹീതമായ സംഭവ ചരിത്രത്തിനും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠ വാക്കുകളും നമ്മൾ കേൾക്കുകയുണ്ടായല്ലോ. കർത്താവിന് വേണ്ടി സമർപ്പിതരായ ഒരു കൂട്ടം യുവജനങ്ങൾ സുവിശേഷ യാത്രയുടെ ബന്ധത്തിൽ എടുത്ത തീരുമാനങ്ങളും അത് അവർക്ക് നൽകിയ നിലനിൽക്കുന്ന ആത്മീയ കാഴ്ചപ്പാടും സുവിശേഷ വേലയെക്കുറിച്ചുള്ള അർപ്പണ മനോഭാവവും ആ ഒരു കാര്യത്തോട് വളരെ നീതി പുലർത്തുന്ന ജീവിതം നയിച്ച അനുഗ്രഹീതനായ അപ്പോസ്തലൻ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠ വാക്കുകളും നമ്മൾ കേട്ടല്ലോ. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, ദൈവം നമ്മൾ തന്നിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രാധാന്യതയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കിടുകയും ചെയ്യുന്നത്. ഈ സത്യത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ചെറിയൊരു വചനചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. വാച്ച് യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ ക്ലോസ്ലി, persevere in them, because if you do, you will save both yourself and your hearers. അനുഗ്രഹീതമായ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ മനോഹരമായ ഒരു ലേഖനം, തൻ്റെ നിജപുത്രൻ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന, അപ്പോൾ തന്നെ നല്ലൊരു ആത്മീയ പൈതൃകം അവകാശപ്പെടുന്ന തിമോഥെയോസിൻ്റെ വല്യമ്മയിൽ നിന്നും തൻ്റെ മാതാവിൽ നിന്നൊക്കെ ലഭിച്ച ആത്മീയ ഉപദേശങ്ങളും അച്ചടക്കവും ക്രമീകൃതമായ ആത്മീയ ജീവിതമൊക്കെ പിന്നത്തേതിൽ തനിക്ക് ഗുണം ചെയ്തു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ നിജപുത്രൻ എന്നറിയപ്പെടുകയും തൻ്റെ സഹചാരിയായി കൂടെ തൻ്റെ സുവിശേഷ മിഷണറി യാത്രകളിലും തൻ്റെ ജയിൽ വാസത്തിലൊക്കെ കൂടെയിരുന്ന അനുഗ്രഹീതനായ ഒരു യുവ സുവിശേഷകൻ അപ്പോസ്തലനായിരുന്നു തിമോഥെയോസ്. ആ തിമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന അനുഗ്രഹീതമായ ആത്മീയ നിർദ്ദേശങ്ങളാണ് നാം വായിച്ചിരിക്കുന്നത്. അനേക കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നു. അതിൽ വളരെയധികം സംക്ഷിപ്തമായി സകല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. വാച്ച് ഓൺ യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രാധാന്യത, ശുശ്രൂഷയുടെ പ്രാധാന്യത, അത് കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് തന്നെയും നമ്മുടെ ശുശ്രൂഷയ്ക്ക് പാത്രങ്ങളായിത്തീരുന്ന നാം അഭിമുഖീകരിക്കുന്ന മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതവും ശുശ്രൂഷയും എത്രമാത്രം പ്രയോജനം ചെയ്യും എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഗ്രഹീതമായ ദൈവിക സന്ദേശമാണ് അപ്പോസ്തലൻ തിമോഥെയോസിന് കൈമാറുന്നത്. ഇവിടെ അപ്പോസ്തലൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ തിമോഥെയോസിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടി തന്നെ ആഹ്വാനം ചെയ്യുന്ന വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പോൾ വിശുദ്ധ ജീവിതം, ഒരു ഹോളി ലൈഫിന് വേണ്ടി തിമോഥെയോസിനെ ആഹ്വാനം ചെയ്യുകയാണ്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ വരുവോളം വായന,
പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വായിക്കുക, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക. അവിടെ ഉപദേശത്തിൻ്റെ പ്രാധാന്യതയും അത് മറ്റുള്ളവരെ പൂർണ്ണ ഗൗരവത്തോടെ അറിയിക്കുവാനുമുള്ള നിർദ്ദേശം നൽകുകയാണ്. മൂന്നാമതായി 14-ാം വാക്യത്തിൽ നൽകുന്ന നിർദ്ദേശം, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനപരത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാപരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന കൃപാപര ശുശ്രൂഷകൾ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് പൊതുപ്രയോജനത്തിനുള്ളതാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നീ ഉത്സാഹിക്കണം, കരുതലുള്ളവനായി ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ ശ്രദ്ധാലുവാകണം എന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നാലാമത്, നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ജീവിതത്തെയും ഉപദേശത്തെയും സൂക്ഷിപ്പാനുള്ള നിർദ്ദേശം നൽകുന്നു. 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, അല്ലയോ തിമത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വ്യാജമായി പേരെ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വ്രതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഈ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ തിമത്തിയോസിൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിക്ഷേപങ്ങൾ, ഉപനിധി, അത് നീ കാത്തുകൊള്ളണം, നീ സൂക്ഷിക്കണം. നിനക്ക് ദൈവം പകർന്നിരിക്കുന്ന സുവിശേഷത്തിൻ്റെ സത്യം, അല്ലെങ്കിൽ ദൈവം തനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ട്രഷർ, നിധി, അത് കാത്തുകൊള്ളുവാൻ നീ പ്രതിജ്ഞാബദ്ധനായിരിക്കണം. പക്ഷേ അതിൻ്റെ വിരുദ്ധ തെറ്റിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിന്നെ പ്രകോപിപ്പിച്ചേക്കാം. കാരണം ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായി വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഒരു പ്രയോജനം ചെയ്യാത്ത തർക്കസൂത്രങ്ങളും വൃഥാലാപങ്ങളെയൊക്കെ നീ ഒഴിഞ്ഞിരിക്കണം. ജ്ഞാനമെന്ന് വ്യാജമായി പറയുകയാണ്. അതിൽ തന്നെ അത് ജ്ഞാനമില്ല, അതിൽ തന്നെ അർത്ഥവത്തായതൊന്നുമില്ല. അത് ഒഴിഞ്ഞിരിക്കുക. അത് അഭക്തിയും ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്വം തെറ്റിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിനക്ക് സമ്മാനിക്കൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നാൽ ജ്ഞാനമെന്ന വ്യാജമായി പറയുന്ന ഈ കാര്യങ്ങളിലും തർക്കസൂത്രങ്ങളൊക്കെ വഴിപ്പെട്ടു പോയ പലരും വിശ്വാസം വിട്ട് തെറ്റിപ്പോയി. തിമത്തിയോസേ, നിന്റെ മേൽ ദൈവത്തിന് കൃപ വ്യാപരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ വസ്തുതകൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ തന്നെയും ഉപദേശത്തെയും കർത്താവ് ശുശ്രൂഷയും സൂക്ഷിപ്പാൻ ഞാൻ നിങ്ങൾ എത്രയോ പ്രതിജ്ഞാബദ്ധരാണ്. തിമത്തിയോസിനോട് പൗലോസ് പറയുന്ന വചനം ഇന്ന് നമ്മോട് പറയുന്ന വചനമായി നാം ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ, ഉപദേശ സത്യത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവം തന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുകയും അത് പൊതുപ്രയോജനത്തിന് ഉപകരിക്കുകയും ചെയ്യുന്ന ശ്രദ്ധ നിറഞ്ഞ ആ കരുതൽ നമ്മുടെ ശുശ്രൂഷ തലത്തിൽ പാലിക്കുകയും ജീവിതത്തെയോ ഉപദേശത്തെയോ ഒരുപോലെ സൂക്ഷിപ്പാൻ കഴിയുന്ന അവസ്ഥ, ദൈവം തന്നിരിക്കുന്ന അമൂല്യമായ കാര്യങ്ങൾ, നിക്ഷേപങ്ങളെ സൂക്ഷിക്കുകയും ലോകത്തുണ്ടാകുന്ന ആത്മീയമണ്ഡലത്തിൽ നിന്ന് ഉരുണ്ടുകൂടുന്ന തർക്കങ്ങളും വാദങ്ങളും പ്രയോജനമില്ലാത്തതും ജ്ഞാനമല്ലാതിരിക്കെ ജ്ഞാനമെന്നും ഉപദേശ സത്യമല്ലാതിരിക്കെ ദുരുപദേശങ്ങളെ സംശുദ്ധമായ ഉപദേശം എന്നൊക്കെ വ്യാജേന പുറമൂടിയൊക്കെ ധരിപ്പിച്ച് ഇന്ന് ലോകത്തിൽ പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ വചനസത്യത്തിന് വിരുദ്ധമായത് ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ പ്രശസ്തിക്കും ഭൗമിക നേട്ടത്തിന് വേണ്ടി സത്യോപദേശം എന്ന വ്യാജേന അന്യതാ ഉപദേശിക്കുന്ന ആദ്യകാലത്തെ പ്രവണത തന്നെ ഇന്നും ആവർത്തിക്കപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ ദൈവവചനങ്ങളായ കർത്താവിൻ്റെ ദാസിദാസന്മാരെ നമുക്ക് കഴിയണം. നിശ്ചയമായിട്ടും ആ ഉപദേശം നമുക്കുള്ള കാതലായ സന്ദേശമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് കൃപയട്ടെ. അതിലുള്ള ഗുണം അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, അങ്ങനെ ചെയ്താൽ, നീ ഉറച്ചു നിന്നാൽ നീ നിന്നെ രക്ഷിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിത്യതയാണ്. അതോടെ മറ്റുള്ളവരെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കും. നമ്മുടെ ശുശ്രൂഷയ്ക്ക് പാത്രങ്ങളായിത്തീരുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കരുതുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ഒരാത്മീയ അനുഗ്രഹം, ഒരു ആത്മീയ ഉറപ്പിൻ്റെയും നിത്യതയുടെ ആ ദർശനവും നമ്മളിലൂടെ പകരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കും. അതിന് യാതൊരു മാറ്റമില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ അനുഗ്രഹീയ സന്ദേശം നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശവും ലക്ഷ്യബോധവും നൽകട്ടെ. അനുഗ്രഹീതമായ ശുഭഭാവി നമുക്കും നമ്മിലൂടെ മറ്റുള്ളവർക്കും കിട്ടുവാൻ നമ്മെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.